മഞ്ഞളിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ ഞാനിരുന്നാടും സുമംഗലിക്കുരുവി ഇണയവിടെ 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 തുണയവിടെ സിന്ദൂരക്കുരുവി. ഹായ് മക്കളെ, അപ്പോഴേ എല്ലാം രാവിലെ ചായ കുടിച്ചോ? അമ്മയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം അമ്മ രാവിലെ എണീറ്റിട്ടുണ്ട്, ചായ ഇട്ടിട്ടുണ്ട്. ആ ചായ കുടിക്കുകയാണ്. രാവിലെ എണീറ്റ് ഇച്ചിരി ചെറിയ പണിയുണ്ടായിരുന്നു. വെളിയിൽ ചെടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വൃത്തിയാക്കണമായിരുന്നു. അപ്പം അതിൻ്റെ പണിയെല്ലാം, വെളിയിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് വന്ന് ചായ ഇട്ട് കുടിക്കുക. അപ്പോഴേ അമ്മ ചായ കുടിക്കട്ടെ. സമാധാനമായിട്ട് പതുക്കെ എടുത്ത് കുടിക്കുക. എല്ലാ മക്കളും രാവിലെ ആഹാരം കഴിച്ചോ? അപ്പം ഇന്ന് അമ്മേ രാവിലെ ആഹാരം കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഇന്നലെ രാത്രി നമ്മൾ കിഴിപ്പൊറോട്ട കഴിച്ചുകൊണ്ട് പഴഞ്ചോറ് കിടന്നു. പഴത്തിന് ഉടങ്കല്ലി മുളക് ഇട്ട് ഉപ്പിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാത്രം മതി, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വേണ്ട നമുക്കത് നല്ലോണം അങ്ങോട്ട് കരുതി രാവിലെ ഞങ്ങൾ കഴിക്കാം. നല്ല ഹെൽത്തി ഫുഡ്. തൈരും പിന്നെ കൊച്ചുള്ളി ഒക്കെ ഇട്ടാൽ നല്ലതാണ്, പക്ഷെ ഞാനും അങ്ങനെ ഇട്ടിട്ടില്ല. കണ്ട അപ്പം അമ്മ കഴിക്കട്ടെ. ഇവർക്ക് രാവിലെ കാപ്പി കുടിച്ചോ? ഇവിടെ രുചിയില്ല. അമ്മ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഊണിന്ന് വെച്ചില്ലായിരുന്നു. ഇന്ന് അമ്മയ്ക്ക് ഷഷ്ടിവ്രതമായിരുന്നു. അപ്പം അമ്മയുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പം അമ്പലത്തിൽ നിന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഷഷ്ടിയുടെ. നമുക്കത് കഴിക്കാം. കണ്ട, അത് കാരണം അമ്മയിൽ ചോറ് വെച്ചില്ല. അമ്മയ്ക്ക് വ്രതമില്ലായിരുന്നു, പക്ഷേ നല്ല ചൂട് ചോറ്. കണ്ട, അമ്പലത്തിലെ ചോറാണ്, നല്ല ചൂട് ചോറ്, മാങ്ങ അച്ചാറ്, ചമ്മന്തി, 2 സൈസ് ചമ്മന്തി ഉണ്ട്. ഉണ്ടോ? അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം. എനിക്ക് ഈ ചോറ് വലിയ ഇഷ്ടമാണ്, നെല്ലുത്തരിയുടെ ചോറ്, മാങ്ങ അച്ചാറും. എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അമ്മ ഊണ് കഴിക്കുക കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ അമ്മ കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോഴേ അപ്പം അതിനായിട്ട് വെള്ളം വെച്ച് അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഈ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം, തിളപ്പിച്ച് കോരണം. അതിന് ശേഷമാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്ത് കിഴങ്ങ് കഴുകി എടുത്തിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതൊരു 5 മിനിറ്റ് ഇതിൽ കടന്നൊന്ന് ചെറുതായിട്ടൊന്ന്, ഒരുപാട് വേഗം ചെറുതായിട്ടൊന്ന് വെന്ത് വേണം. അതിന് ശേഷം നമ്മൾ മസാല ഇടാം. ഓക്കെ, അപ്പോഴും കാണിക്കാം. നമ്മളെ കിഴങ്ങുണ്ടല്ലോ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൽ വെച്ച കിഴങ്ങ് ചെറുതായിട്ട് ഒന്ന് തിളപ്പിക്കാവും. എന്നിട്ട് അമ്മ ഒരു സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയ്ക്ക് പകരം നല്ല ടേസ്റ്റാണ്. എന്നൊരു സ്പെഷ്യൽ മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കാത്തവരെല്ലാം അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയുമാണ്, നല്ല രുചിയുമാണ്. ഇത് വേവിക്കരുത്. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരുമാതിരി ചനായിരിക്കും. അത് നമ്മൾ അപ്പോഴും നമുക്ക് നല്ല കറുമുറാന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കണം. അമ്മ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ അമ്മ വന്നായിരുന്നു കേട്ടോ. അവിടെ കിടന്ന് പാട്ട് പാടുന്നതാണ് ഞാൻ ചിരിച്ചത്. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ പാട്ട് പാടുന്നത് കേട്ടിട്ട് ചിരിച്ചതാണ് അവളെ. കൊല്ലത്താണെങ്കിൽ മഴയോട് മഴ. ഈ മഴ കേൾക്കുമ്പോൾ എല്ലാം വിശപ്പെല്ലാം വയറ്റിൽ ഇങ്ങനൊരു ഉൾവിളിയാണ്. കണ്ട, ഇനി നമുക്ക് ഇതിനകത്തൊരു സ്പെഷ്യൽ മസാല അമ്മ ഇടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അമ്മ ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിന് ഉപ്പും ലേശം മഞ്ഞപ്പൊടി ചിലപ്പോഴേ ഇടും. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, ഒരു സ്വല്പം മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കൂടാതെ അമ്മ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ മന്തി മസാല, സൂപ്പർ ടേസ്റ്റായത്. ഇതിൻ്റെ ഒരു സ്വല്പം, ഒരു കുഞ്ഞ് സ്പൂൺ, 1/4 ടീസ്പൂൺ മന്തി മസാല ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലേശം നമ്മൾ ഗരം മസാല പൊടിച്ചത് ഒരു സ്വല്പം, ഒരു നുള്ളു ഇടുന്നുണ്ട്. ഒരു നുള്ളു ഇടാവും ഗരം മസാല കേട്ടോ.
അത് ഇത് നമുക്ക് നല്ലോണം ഇളക്കണം, നല്ല വൃത്തിയാക്കണം, ഇളക്കണം. കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കില്ല. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. നല്ല വൃത്തിയാക്കണം. ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് ഉപ്പം നോക്കട്ടെ. ലേശം ഉപ്പ് കുറവുണ്ട്, ഇച്ചിരി ഉപ്പ് കുറവ്. ലേശം നല്ല ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അവിടെ മിക്സ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ എടുക്കാം. കണ്ടോ, ഇത് നമുക്കിത് അതെ എയർ ഫ്രയറിലോട്ട് വെക്കുക. ഇനി അത് എയർ ഫ്രയറിൽ ഇരുന്ന് ഒരു 10 മിനിറ്റ് ആവുന്നപ്പോഴത്തെ നമ്മളെ സൂപ്പർ ടേസ്റ്റിയായ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. അപ്പം അമ്മ കട്ടൻ ചായ കാണ്ടേ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി കട്ടൻ ചായ വെച്ച് കുടിക്കാൻ പോവാം. കുടിക്കാൻ കാണിക്കാം. അപ്പോഴേ അമ്മതാണ്ടേ കണ്ടോ, നമ്മുടെ ക്രിസ്പി ആയ നല്ല സൂപ്പർ സാധനം കണ്ടോ, ഫ്രഞ്ച് ഫ്രൈസും സോസും പിന്നെ കട്ടൻ ചായയും കഴിക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. 4 മണിക്ക് സൂപ്പറാണ്. ഇപ്പം എല്ലാ മക്കളും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ അതാണ്ട് രാത്രിത്തേക്ക് ഇതാണ്ട് നമ്മളെ ഇച്ചിരി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അമ്മ അതാണ്ട് നല്ലോണം സൂപ്പറായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് മാവ്, ജീരകം, നെയ്യ്, ഉപ്പ് എല്ലാം ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ഗോതമ്പ് ദോശ നമുക്ക് ഉണ്ടാക്കാം. അതാ ഗോതമ്പ് ദോശയും ഈ ചിക്കൻ കറിയായിരുന്നു രാത്രിത്തെ അമ്മയുടെ ആഹാരം. നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. എല്ലാവരും എന്തൊക്കെ കഴിച്ചു, ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ. ഞങ്ങളത് ഗോതമ്പ് ദോശ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിട്ടും ഉണ്ടാ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ദോശയായിട്ട് കഴിക്കാം. ഉണ്ടാ അടിപൊളി ദോശയാണ്. എണ്ണയൊന്നും വേണ്ട, ഒന്നിച്ച് നെയ്യ് മാവിനകത്ത് ഒഴിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ നെയ്യൊന്നും ചേർക്കണ്ട. സൂപ്പർ ടേസ്റ്റി ഗോതമ്പ് ദോശയും ചിക്കൻ കറി കണ്ടാ. ഇച്ചിരി മൊരിയട്ടെ. അപ്പം റെഡിയാണ്. നിങ്ങൾക്കൊക്കെ രാത്രി എന്തുവാ? ചോറ്, മോര്, കപ്പ, മീൻ കറി, ബീഫ് കറി, ചിക്കൻ കറി, എന്നെന്ന് തോന്നുന്നു. ചോറ്, ചമ്മന്തി, രസം, മുട്ട പൊരിച്ചത്, ഇതൊക്കെയല്ലേ കോമ്പിനേഷൻ. അടിപൊളിയാണ്. ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് എപ്പോഴും ചപ്പാത്തിയൊക്കെ അല്ലേ, അപ്പം ഗോതമ്പ് ദോശയും ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചൂട് ഗോതമ്പ് ദോശയും നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റും. അടുത്ത ദോശ വേണത്തെ, എന്നിട്ട് നമുക്ക് ഈ ചൂട് ദോശ നമുക്ക് കഴിക്കാം. ചിക്കൻ റോസ്റ്റായിട്ട് കണ്ട. ചൂട് ഗോതമ്പ് ദോശയും സൂപ്പർ ടേസ്റ്റ് ചിക്കൻ റോസ്റ്റും. നമുക്കാദ്യം ഗോതമ്പ് ദോശ കുറച്ച് പിച്ച് കണ്ട പിച്ച് ഭയങ്കര ചൂട് ചിക്കൻ റോസ്റ്റ് ഗ്രേവിയായിട്ട് ആദ്യം വെക്കണം. ചിക്കൻ തന്നെ പിച്ച സൂപ്പർ അടിപൊളി. നമ്മളെ ഗോതമ്പ് ദോശ അടുത്ത റെഡിയായിട്ടുണ്ട്. സൂപ്പർ മക്കളെ, സൂപ്പർ.
അടിപൊളി തോന്നുന്നു. പക്ഷേ സൂപ്പർ ചിക്കൻ കറി. അപ്പോൾ അമ്മ ഇത് കഴിക്കട്ടെ. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.